റഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പോൾ ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ, സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഇല്ല, DSP സാറിൻ്റെ പേഴ്സണൽ നമ്പറിൽ നിന്ന് വിളിച്ചു. റഷീദ്, നിന്റെ മകനെ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അവനായിട്ട് എന്താ വിശേഷങ്ങളൊന്നുമില്ല, വിവരങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്താണോ ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സാറ് ഞാൻ വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചൻ്റെ ശേഷം അവർ പോരെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമേ പോരുള്ളൂ. ഉച്ചൻ്റെ ശേഷമേ പോരുന്നതാണ് ഇപ്പം കിട്ടിയ വിവരം. ഇനി എന്താ പോലീസിൻ്റെ കാര്യങ്ങളാണല്ലോ, നമുക്ക് എത്രയല്ല കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്തെങ്കിലും പരിക്കോ മറ്റോ ഉണ്ടോ എന്ന് ഒന്നും പറയാൻ പറ്റില്ല. അത് പോലീസ് മെഡിക്കൽ ചെക്ക് കഴിഞ്ഞിട്ടല്ല നമുക്ക് പറയാൻ പറ്റുമോ. അനൂസ് നന്നായി തന്നെയാണ് സംസാരിച്ചത്, കുഴപ്പമൊന്നുമില്ല. ആരാണ് തട്ടിക്കൊണ്ടുപോയത് ഒന്നും പറഞ്ഞിട്ടില്ല. എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ള കാര്യങ്ങൾ? കൊണ്ടോട്ടിയിൽ നിന്നാണ് കിട്ടിയത്. കൊണ്ടോട്ടിയിൽ നിന്ന്. പോലീസ് തന്നെയാണോ കണ്ടെത്തിയത്? പോലീസ് DSP സാറാണ് എന്നോട് വിളിച്ച് ആദ്യം ഇൻഫർമേഷൻ തരുന്നത്. DYSP അനൂസിനൊപ്പമുണ്ട്. അപ്പൊ മറ്റു പരിക്കുകളൊന്നുമില്ല, സന്തോഷമാണ്. അതിപ്പോ ഓനെ സംസാരത്തിലും പ്രശ്നങ്ങളൊന്നും മറ്റു മെഡിക്കൽ റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആരാണ് തട്ടിക്കൊണ്ടുപോയതിനെ സംബന്ധിച്ച് കുറിച്ച് ഇപ്പോൾ വ്യക്തമായ ചിത്രങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ ഇരിക്കുന്ന കാര്യമാണല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് പ്രതികരിക്കുന്നത് ശരിയല്ല. മൂത്ത സഹോദരൻ അജ്മലിനെ കുറിച്ച് ഇപ്പം വിവരമൊന്നും കിട്ടിയിട്ടില്ല. അജ്മൽ ഇവിടെയൊക്കെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നെന്നും പിന്നെ വലപ്പോഴൊക്കെ ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൽ പരാതി കൊടുക്കുന്നുണ്ടോ? അല്ല, അതിനിപ്പോൾ അത് സാറ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഏതായാലും അനൂസ് തിരിച്ചു കിട്ടിയതിൽ നമുക്ക് ഭയങ്കര ആശ്വാസം, സന്തോഷമുണ്ട്. ആരൊക്കെ എത്ര പേരുണ്ടായിരുന്നു അവർ എന്നങ്ങനെ എന്തെങ്കിലും അറിയാം? ആ കാര്യങ്ങൾ അതിപ്പോൾ ഞങ്ങൾ പറയാൻ റിപ്പോർട്ട് ചെയ്തതല്ലേ. ഒരു ബൈക്കിലും കാറിലായിട്ട് വന്ന് ഇതുവരെ വൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, ഒരു മോട്ടോർ സൈക്കിളും അവർ വന്ന ആളുകളാണ് ചെയ്തത്. 6 or 7 പേരുണ്ടെന്ന് അതൊക്കെ നമ്മൾ പലതാണ് പറഞ്ഞതാണ്. ഇപ്പോൾ വലിയ ആശ്വാസം തോന്നുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നീട് കാണാം. അപ്പം അദ്ദേഹം അതാണ് പറയുന്നത്, വലിയ ആശ്വാസമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം 5 ദിവസമായി ഒരു വിവരവും ഇല്ലാതിരുന്ന ഒരാളെ ഇപ്പോൾ പോലീസ് DYSP തന്നെയാണ്, താമരശ്ശേരി DYSP തന്നെയാണ് റഷീദിനെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അനൂസിനെ ഇപ്പോൾ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നാണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉച്ചയ്ക്ക് ശേഷം മെഡിക്കൽ അടക്കമുള്ള പോലീസ് ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു. അതിനുശേഷമേ വീട്ടിലേക്ക് എത്തുകയുള്ളൂ അല്ലെ? ഇപ്പോൾ കുടുംബം കോടതിയിലേക്ക് പോവുകയാണ്. ഏത് കോടതിയിലാണ് ഹാജരാക്കുക? താമരശ്ശേരി കോടതിയിലായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. അതിനുശേഷം താമരശ്ശേരി ഉമ്മയാണോ സംസാരിക്കുമോ? ഇല്ല, ഓക്കെ ശരി ഓക്കെ. അപ്പോൾ കൊടുവള്ളി സ്റ്റേഷനിലേക്ക് എത്തിക്കും. അതിനുശേഷം മെഡിക്കൽ പരിശോധനയൊക്കെ നടത്താനുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തെ അനൂസിനെ കോടതിയിൽ ഹാജരാക്കുക. താമരശ്ശേരി കോടതിയിലായിരിക്കും ഹാജരാക്കുന്നുണ്ടാവുക. ഏതായാലും ഇവിടെ ഇപ്പോൾ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ഉണ്ട്. അവരെല്ലാവരും കൂടി കൊടുവള്ളി സ്റ്റേഷനിലേക്കും മറ്റും പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം 5 ദിവസത്തിന് മുൻപ് വീട്ടിൽ നിന്ന് തന്നെയാണ് തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഏതായാലും അനൂസിനെ കിട്ടി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നതിൽ വീട്ടുകാർക്കും വലിയ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. അതേസമയം മറ്റൊരു മകൻ്റെ കാര്യത്തിലുള്ള അത് പോലീസുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അനൂസ് കൊടുവള്ളി സ്റ്റേഷനിലേക്ക് എത്തും. ശേഷമായിരിക്കും താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കുക. അതിനുശേഷം കോടതി നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇങ്ങോട്ട് വരിക. ഏതായാലും പരിക്കൊന്നും പറ്റിയിട്ടില്ല, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ പിടിയിലായിരിക്കുന്നവർ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണല്ലോ. അപ്പോൾ ആരുടെയോ കൊട്ടേഷൻ കിട്ടിയ ശേഷം കൊണ്ടോട്ടിക്കാരായ 3 യുവാക്കൾ അനൂസിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ആ കൊട്ടേഷൻ കൊടുത്ത ആരാണ് എന്നതിന്റെ സൂചനകൾ കിട്ടിക്കഴിഞ്ഞോ പോലീസിന്? പോലീസിന് അത്തരം സൂചനകൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ഘട്ടത്തിൽ താമരശ്ശേരി DYSPയുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം യാത്രയിലാണ്, അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഏതായാലും പോലീസിന് കൃത്യമായി ഈ വിവരങ്ങൾ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 പേരെ അറസ്റ്റ് ചെയ്തതിൽ തന്നെ അവർ തന്നെ അന്ന് ഈ ബൈക്കിലും കാറിലുമായി വന്നവരിൽ ബൈക്കിൽ വന്നവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബൈക്കിൻ്റെ ഉടമയടക്കമുള്ള ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം പോലീസിന് കിട്ടിയത് കൊണ്ടായിരിക്കും പോലീസ് ഒരുപക്ഷെ നേരിട്ട് ഈ അനൂസിനെ താമസിപ്പിച്ചിരിക്കുന്ന കൊണ്ടോട്ടിയിലെ സ്ഥലത്ത് തന്നെ പോയി കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് മറ്റാരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലും ഇപ്പോൾ വ്യക്തത കിട്ടിയിട്ടില്ല. ഏതായാലും ആ കാര്യങ്ങളടക്കം നമുക്ക് പോലീസിനോട് അറിയേണ്ടതുണ്ട്. പോലീസ് ആ കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ സ്ഥിരീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഇപ്പോൾ അവിടെ സാനിയോ ഇപ്പോൾ അനൂസിന്റെ വീട്ടിലാണല്ലോ ഉള്ളത്. ഈ സഹോദരൻ എത്ര കാലമായി വിദേശത്ത് ജോലിക്ക് പോയിട്ട്? അദ്ദേഹത്തിന് അവിടെ എന്താണ് ജോലി? എന്താണ് സാമ്പത്തിക ഇടപാട്? എന്തായിരുന്നു ആ പ്രശ്നം? അതേക്കുറിച്ച് കുടുംബം പ്രതികരിക്കുമോ?
അതേക്കുറിച്ച് നമ്മൾ രക്ഷിതാവിനോട് ചോദിച്ചിരുന്നു, പിതാവ് റഷീദിനോട് ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പോലീസുമായി അടക്കം അന്വേഷിച്ചതിന് ശേഷം പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുമെന്നൊക്കെയാണ്.